ഗൗരി ഗൗരി എടോ എടോ ഈ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കോ? എന്താ എടോ ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കോ? അങ്ങനെ എന്റെ അമ്മ പറയാറ്. അങ്ങനൊരു പോസിറ്റീവ് കാര്യം നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മയൊക്കെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കണം. നല്ലതാണോ കണ്ടേ? നല്ലതാണോന്നറിയില്ല. ഇന്ന് ഏതായിരുന്നല്ലോ ആ തീരുമാനം എടുക്കണം. ഹാവ് ടു ഡിസൈഡ് ടുഡേ. എന്താ പറ്റിയേ? എന്ത് സ്വപ്നം കണ്ടേ? സ്വപ്നമൊക്കെ കണ്ടത് പറയാം. പറയുന്നേ. ഒരു ചായ ഇട്. ചായ. എന്തോടാ ഇത്? ഒരു വർഷത്തെ ലോങ് ലീവ് ഹരി. ഇത് ഇയാൾക്ക് എന്താ പറ്റി? വിദേശത്ത് എന്തെങ്കിലും ഓഫർ കിട്ടിയോ? ഇല്ല സർ. അതോ വല്ല ഹയർ സ്റ്റഡീസിനും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല സർ. പിന്നെ എനിക്കൊരു ചെറിയ ഡ്രീമുണ്ട്, ഒരു സ്വപ്നം. സ്വപ്നോ? ആ സ്വപ്നം കാണാൻ ഒരു വർഷത്തെ ലീവോ? സർ എനിക്കൊരു ചെറിയ ബ്രേക്ക് വേണം. ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സിനിമ ഡയറക്റ്റ് ചെയ്യാനോ? ഹരി, താൻ ഈ 52mk.com എന്ന വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ? 52mk? ആ, എന്തോ 52 മെയിൽ കോട്ടയം. ഞാൻ കോട്ടയത്തുകാരനാണല്ലോ, കഞ്ഞിക്കുഴി. എൻ്റെ ഫുൾ ബയോഡേറ്റ, പ്രൊഫൈല്, സർട്ടിഫിക്കറ്റ്, പിന്നെ ഷോറിയിലും ഇത് ഫുള്ള് സൈറ്റിലുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നോക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ ഹാർഡ് കോപ്പി കിട്ടി. ദേ, അറബി പദ്യം ചൊല്ലലൊഴിച്ച് ബാക്കി എന്ത് ഞാൻ ചെയ്യും. അറബി എനിക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ അറബിയിൽ പദ്യം ചൊല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. സാറിൻ്റെ ലീവ്? ലീവ് സാങ്ഷൻ ചെയ്യണമല്ലയോ? സൗകര്യം പോലെ വന്നാൽ മതി കേട്ടോ. ഇഷ്ടം പോലെ ദിവസം എടുത്തോ. സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. 52mk.com. ഓക്കെ, കഞ്ഞിക്കുഴി. ഓക്കെ സർ. നിങ്ങളുടെ മാതൃകാ പുരുഷൻ ആരാണ് മോന്റെ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. ഇരിക്കും. ഇയാളുടെ? ചാർലി ചാപ്ലിൻ. ഡോ, ഇതിൽ ആക്ഷനായിട്ട് ഒന്നുമില്ല, ഫൈറ്റില്ല, ഞാൻ പറഞ്ഞ ഫോറിൻ ലൊക്കേഷൻ ഇല്ല. അതൊക്കെ പോട്ടെ. തനിക്ക് ഡയറക്ടർ അസോസിയേഷൻ മെമ്പർഷിപ്പ് കാർഡുണ്ടോ? അതും ഇല്ല. തനിക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അതും ഇല്ല. പിന്നെ എങ്ങനെ കേട്ടോ ഞാൻ തന്നെ വിശ്വസിച്ച് ഇത് ഏൽപ്പിക്കുക? താൻ പറ. ശരി സർ. എക്സ്പീരിയൻസ് ചെയ്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവും. കാന്തൻ. എടോ, നമ്മുടെ ചോരണ കൂരയില്ലേ, നിന്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും ഈ കോസ്റ്റ്യൂം പാറ്റേൺ എങ്ങനെ ഉണ്ടാവും? നിന്റെ ഒരു അഭിപ്രായം എന്താ? നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ ഹരിയേട്ടൻ, ഇതാണ് ചോരണകൂരെന്ന്. ഇതൊക്കെ വല്ല ന്യൂ ജനറേഷൻ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. ഇവിടെ കൊച്ചിന്റെ യൂണിഫോം തയ്ച്ച് വാങ്ങിക്കാൻ സമയമില്ല. പിന്നെ എടോ, ഇതിനൊക്കെ ഇപ്പൊ ഹോം ഡെലിവറി ഇല്ലേ? ആ തയ്യ ടീച്ചറിന്റെ കൈയും കാലും പിടിച്ച് കടം പറഞ്ഞിട്ടാ പിന്നെ ഹോം ഡെലിവറി. അതെ, ഹരിയേട്ടന്റെ ലോങ് ലീവും ലോസ് ഓഫ് പേയും സംവിധാനത്തിന്റെ ലക്ഷണം അത്ര നല്ലതല്ല കേട്ടോ. അതെ, ഹരിയേട്ടന്റെ ജോലിയും ശമ്പളവും കണ്ടിട്ടില്ല എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിച്ചു വിട്ടെ. എന്താ നിനക്ക് ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇല്ല, അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഉണ്ട്. അത് പിന്നെ എന്റെ കുടുംബത്തിലുള്ളതാണല്ലോ. നമുക്ക് സെക്യൂരിറ്റി നോക്കണ്ടേ? എടോ, പിന്നെ ഞാൻ ഈ പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്ത് സിനിമ വേണ്ടെന്ന് വെക്കണോ? പാപ്പാ, എന്താടാ? സിനിമ ഷൂട്ട് ചെയ്യുമ്പോ മഴയുണ്ടാവോ? ഉണ്ടാവും. എനിക്ക് മഴ കൊള്ളാവോ പാപ്പാ? പിന്നെന്താ, കൊള്ളാത്ത മഴ എന്തിനു കൊള്ളാം? റൂട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്പിയില്ല കമ്പി. അപാര സാധ്യതയുള്ള എത്രയോ ഐറ്റങ്ങളാണ് ഉള്ളത്.
പക്ഷെ കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കോസ്റ്റ്യൂമിൽ ചില മാറ്റങ്ങൾ വരുത്തണം. സിൽക്കിനെ വരെ വീണ്ടും വിറ്റ് പുട്ടടിക്കുന്ന കാലമാണ്. പിടിച്ചില്ല. ഞാൻ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ സ്വന്തം അനുഭവം ഞാൻ പറയണേ. നിങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ കഷ്ടകാലത്തിന് നാഷണൽ അവാർഡ് കിട്ടി. കഷ്ടകാലത്തിന് അവാർഡ് കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പടത്തിന് നാഷണൽ അവാർഡ്, രണ്ടാമത്തെ ചിത്രത്തിന് മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ്. പക്ഷെ തിയേറ്ററുകാർ പടം ഇറക്കാൻ തയ്യാറാവണ്ടേ? അവിടെയല്ല ഈ പ്രശ്നം വരണത്. അവരുടെ മുമ്പിലൊക്കെ നമ്മൾ അപമാനിതനായി പോവാടാ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നിട്ട് ശരിക്കും സിനിമയിൽ വന്നെങ്ങനെ? സിനിമയിൽ വരാന്ന് പറഞ്ഞാല് എനിക്കും ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നടാ. നല്ല സിനിമ എന്ന് പറഞ്ഞാല് അതിപ്പോ അടൂരിന്റെ സിനിമയായാലും അതെ, ഭരതന്റെ സിനിമയായാലും അതെ, പവേറിന്റെ സിനിമയായാലും അതെ, KR മോന്റെ സിനിമയായാലും അതെ. ഇത് കൂടുതൽ ആളുകൾ കണ്ടിട്ടില്ലെങ്കിലും എനിക്കതിനോട് വല്ലാത്തൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ നായാട്ടൊക്കെ കണ്ടു നടക്കുന്ന കാലാണേ. അങ്ങനെ ഒരു യുക്തിയില്ലാത്ത നടക്കുന്ന കാലത്ത് ഒരു നായകൻ 10-20 പേരൊക്കെ ഇടിക്കുക. അതിന്റെ അപ്പുറത്താണ് ഞാനൊരു വേറെ പടം കണ്ടത്. KG ജോർജ് സാറിന്റെ കോലങ്ങളാണ് എന്നെ ശരിക്കും വഴി ധരിച്ചു കളഞ്ഞത്. കാരണം അതിൽ ജീവിതമുണ്ട്. നല്ല സിനിമ ഉണ്ടാക്കിയവര് എന്നും നിലനിൽക്കും. എന്നിട്ട് ഈ സംസാരിക്കാതെ ഇതൊന്ന് ചെയ്യാനായിട്ട് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണെന്ന് തുടങ്ങിക്കിട്ട് ഫോർമാറ്റ് ഒന്ന് മാറ്റി ചിന്തിച്ചാലോ? ഫോർമാറ്റ് മാറ്റി ചിന്തിക്കുമ്പോ പവേട്ടൻ പറഞ്ഞ കഥ ഓർമ്മയിൽ വരണം. എന്താ അത്? അങ്ങനെ ആരോ ഒരാളല്ല, ആരോ ഒരാളാണ് ആദ്യത്തെ പടം. പിന്നെ ഇങ്ങനെ വരുമ്പോ സേമ ടീച്ചർ ചോദിച്ചോത്രേ, എന്റെ പവി നിനക്കൊന്ന് കമേഴ്സിലായൂടെ? എല്ലാരും കണ്ടില്ലേ നിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്യണത്, നീ ഒന്ന് കമേഴ്സിലായി ചെയ്യേ. അപ്പൊ ക്ഷേമ ടീച്ചറോട് പവേട്ടൻ പറഞ്ഞു അത്രേ, നീ ഇപ്പൊ എന്താ ചെയ്യണ്? മോഹിനിയാട്ടം. ഡാൻസ് ടീച്ചർ. ആ മോഹിനിയാട്ടം. മോഹിനിയാട്ടം തന്നെ കളിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ നിനക്ക്? ബ്രേക്ക് ഡാൻസ് കളിച്ചൂടെ? കുറെ ആൾക്കാർ കൂടില്ലേ? അത് വേറെ കാര്യം മോനെ. ഒരു മനുഷ്യന്റെ പൊരുളാണ് അത്. പക്ഷെ അന്നത്തെ രീതിയല്ല ഇന്ന്. അത് നീ മനസ്സിലാക്കണം. അല്ല, ഈ ഡിജിറ്റൽ സിനിമയൊക്കെ വന്നപ്പോൾ ഞാൻ കരുതിയത് കുറച്ചും കൂടെ എളുപ്പമാണ്. എളുപ്പമാണ്, പിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് സാറ്റലൈറ്റും ഇല്ല, ഡിസ്ട്രിബ്യൂഷനും ഇല്ല. അവർ പറയണത് എന്താണെന്നറിയോ? തമിഴ് പടം കളിച്ചാൽ കാശ് കിട്ടും, നിങ്ങളുടെ പടം കളിച്ചാൽ കിട്ടില്ല എന്ന്. നീ എന്താ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത്? ആധാരം വരെ പണയം വെച്ചിരിക്കുകയാണ് കേട്ടാ. എന്റെ മോനെ, എന്റെ മോളുടെ കാതിലെ അവസാനത്തെ ഒരു തുണ്ട് സ്വർണം വരെ എടുത്ത് വിറ്റിട്ടാടാ ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തത്. എല്ലാ ത്യാഗം സഹിച്ചാലാടാ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഏതായാലും ഞാൻ ഈ പടം ചെയ്യും. അല്ല, നീ പടം ചെയ്തോ? എന്തായാലും ഒരു കാര്യമുണ്ട്, നീ പടം ചെയ്യണം തീർച്ചയായിട്ടും. ഞാൻ ആദ്യത്തെ ഷോ തന്നെ വന്ന് കാണും മോനെ, പേടിക്കണ്ട. എന്താ വെച്ചാല് രണ്ടാമത്തെ ഷോ കാണാൻ ആളുണ്ടാവില്ല എന്ന് എനിക്ക് അസലായിട്ട് അറിയാടാ. എന്നാലും നല്ല പടം ഉണ്ടാക്കടാ. ശരി നന്ദട്ടാ. നന്നായി വരടാ, വരും.